ഓ ഫ്രണ്ട്സ് അല്ലല്ലേ, സാരില്ല, അതൊക്കെ കൊണ്ട് അതൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ, സാരില്ല കേട്ടോ. അപ്പോൾ കഴിച്ചാലും ഒത്തിരി. പക്ഷെ എൻ്റെ പേരെന്തായിരുന്നു? എനിക്ക് തോന്നുന്നത് മാങ്ങ, റൈറ്റ് ഡാഡ്? അതായിരിക്കും. അപ്പം അത്രമാതിരി ഉണ്ട്. അപ്പുറത്തെ വീട്ടിൽ മിന്നു മാങ്ങയില്ലല്ലോ. അപ്പം മിന്നുവിൻ്റെ പേര് പഴമാണോ? ഞാൻ മിന്നുവിൻ്റെ വീട്ടിൽ ചോദിക്കാം. ആടി മിന്നു, നിന്റെ പേര് പഴമാണോ? ഇപ്പൊ ഇച്ചിരി മുമ്പ് നീ മിന്നുന്ന് ചോദിച്ചതോ? പിന്നെ ഇതിനെ പഴം എന്ന് വിളിച്ചോണ്ടിരിക്കാൻ. പഴം മാങ്ങ, അവിടെ പഴം മാങ്ങ, അവിടെ എന്തെന്നായിരുന്നു? നീ ഇതിനെ എന്നോടൊന്നും ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഓരോന്നും കൊണ്ട് ഇറങ്ങിക്കോളെ. ഞാൻ അറിയാതെ ചോദിച്ചു, നീ ഇത് എത്ര പേര് വരണം? എന്തൊരു കൊച്ച്. ആ ഹലോ മാങ്ങ, നീ എന്തൊക്കെ പറഞ്ഞു? നിന്നോട് ഇപ്പൊ എത്ര നേരം ഞാൻ പറയണേ? അവളെ ഋത്തിക്കാൻ അങ്ങനെ വിളിക്കാൻ പാടില്ല. നീ എന്നെ പേര് വിളിച്ചില്ലേ മിന്നൂന്ന്, അതുകൊണ്ട് അവളെ ഋത്തിക്കാന്ന് വിളിച്ചു. നീ എന്തിനാ പഴം മാങ്ങ പഴം മാങ്ങ പഴം മാങ്ങ? നിന്റെ പേര് ഞങ്ങൾ പഴം മാങ്ങ ആക്കട്ടെ? ആ, അത് പറഞ്ഞതിന് കാര്യമുണ്ട് മിന്നു. അവള് വെറുതെ നമ്മൾ പഴം മാങ്ങ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ബൈ സാറേ. ഇപ്പൊ മിന്നു തിരിക്കാൻ വരാണെങ്കിൽ അവിടെ ഇല്ലാന്ന് പറഞ്ഞോട്ടാ ഗ്രൗണ്ടില്, കേട്ടാ? ഇവിടെ ഒരു എൽസ ഉണ്ടല്ലേ? എൽസ എവിടെയാ? സാറിനൊരു പിടിയുണ്ടോ? ആ സാറിനിപ്പം മിന്നു ചോദിച്ച പോലെ ഒരു പിടിയുണ്ടോ? എൽസ എവിടെയാന്ന് വെച്ചൊന്ന് പറയണം സാർ. മിന്നുവിന് ഞങ്ങൾക്ക് തന്നെ എൽസനെ വിടാൻ പറ്റൂല. എൽസ ഞങ്ങൾ പഴം വാങ്ങാന്ന് വെറുതെ ഇങ്ങനെ വിളിക്കുക. എങ്ങനെയാന്ന് പറ. ഓ ടീ ഗ്രൗണ്ടിൽ പുറത്ത് ഭാഗത്തിലുണ്ടോ? ആ ടീ ഗ്രൗണ്ട് പുറത്ത് ഭാഗത്തിലോ? ഞാൻ എന്നാ പോയി നോക്കാം. വാ മിന്നു, നമുക്ക് പോയി നോക്കാം. എൽസ നീ എന്തിനാണോന്ന് ചോദിച്ചാൽ ഞങ്ങൾ അതിനെ വെറുതെ ഇതും വിടില്ല. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചെയ്യാൻ മാത്രം. ഞാൻ അറിയാതെ ചെയ്തല്ലേ, ഇങ്ങനെ വെറുതെ വിടോ? സാറിനോട് തോളിപ്പിച്ചിട്ട് വിടോ എന്ന് കാണുന്നല്ലേ? ഇത് നടക്കുന്ന കാര്യമല്ല എൽസ.